വിധിയുണ്ട്. ഏപ്രിലിൽ ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണ് ഗ്രാറ്റുവിറ്റി ഉള്ളത്? ജീവനക്കാരായിട്ട് അംഗീകരിക്കപ്പെട്ടവർക്കാണ്. സംസ്ഥാനങ്ങൾ ബിജെപിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും നിരന്തരമായി കേന്ദ്രത്തോട് ഇൻസെന്റീവ് കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, JP നഡ്ഡ കഴിഞ്ഞ ദിവസവും ഇൻസെന്റീവ് കൂട്ടുന്നതിനെ കുറിച്ച് ഒരുറപ്പ് നൽകാൻ ഇപ്പൊ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേക്ക് പറയാം. പത്രങ്ങളിലെല്ലാം വന്നു. ആദ്യം കൂട്ടുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇപ്പൊ കൂട്ടേണ്ട കാര്യമില്ല, പിന്നീട് ഭാവിയിൽ ആലോചിക്കാം എന്നാണ്. ഒരു കമ്മിറ്റ്മെന്റും നൽകാൻ കേന്ദ്രം തയ്യാറല്ല. കൊടുക്കുന്നത് 1800 ആണേ. ആ 1800-ൽ നിന്നൊരു പൈസ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവും ഈ സമരത്തിലില്ല എന്നത് തന്നെ നിങ്ങൾ കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് കൂടിയല്ലേ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള നമ്മുടേതുൾപ്പെടെയുള്ള യൂണിയനുകൾ, എല്ലാ യൂണിയനുകളും, ഈ കേന്ദ്ര യൂണിയനുകൾ ഇതിനൊപ്പം നിൽക്കാത്തത്. സാർ, ഇത് ഈ വസ്തുത ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയായി. ഇന്നൊരു പത്രവാർത്ത കണ്ടു. പാർട്ട് ടൈം എന്ന് സംസ്ഥാനം പറയുന്നു, പക്ഷെ ഫുൾ ടൈം എന്നുമായിട്ട് സമരക്കാർ ഫുൾ ടൈം ആണെന്ന് തെളിയിക്കുന്നത്. സർ, ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ച കാര്യമാണ്. 12/3/2025 ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി. ഇതാ ഈ 12/3/2025 എന്താണ്? നേരത്തെ ഈ ഓണറേറിയം കിട്ടണമെങ്കിൽ 10 മാനദണ്ഡങ്ങളിൽ 5 പൂർത്തീകരിക്കണമായിരുന്നു ആശാജി വർക്കർമാർ. 10 5 പാലിച്ചാലേ ഓണറേറിയം കിട്ടൂ. 12/3/2025 മുതൽ ഉപാധിരഹിത ഓണറേറിയമാക്കി മാറ്റി. ഈ സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഒന്നതായിരുന്നു. സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ആവശ്യമായിരുന്നു. അത് അംഗീകരിച്ചു. ഇപ്പോ ഇവര് ഈ പറഞ്ഞ 10 മാനദണ്ഡങ്ങളിൽ ഒന്നും പാലിക്കണമെന്ന വ്യവസ്ഥയില്ല. ഉപാധിരഹിതമായിട്ടുള്ള ഓണറേറിയമാക്കി. അത് പരിഹരിച്ച ശേഷവും ആ പരിഹരിച്ച കാര്യം ആവർത്തിക്കുകയാണ്. അപ്പൊ സമരം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോവുക എന്നതാണ് സമരത്തിന് പിന്നിലുള്ളവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ 12/3/2025 പരിഹരിച്ച പ്രശ്നം എങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഉന്നയിക്കുന്നത്? പ്ലീസ് സർ, അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ രേഖയാണ്. അല്ലല്ല സാർ, അല്ലല്ല, ഞാൻ വസ്തുതയില്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ സർക്കാരിന്റെ ഉത്തരവുണ്ട്. 12/3/25 ഉത്തരവ് ഞാൻ വായിക്കാം. അവരെ അവമാനിക്കാൻ കള്ളം പറയുകയാണ്. അല്ല, അതല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മിനിസ്റ്ററെ കുറിച്ചല്ലോ പറഞ്ഞത്. അല്ലല്ല, മിനിസ്റ്ററെ കുറിച്ചല്ല പറഞ്ഞത്. ശരി, ഞാൻ തെറ്റായി ധരിച്ചതാണ്. 12 ഇത് സർക്കാർ ഉത്തരവാണ്. 10 മാനദണ്ഡങ്ങളിൽ 5 പൂർത്തീകരിച്ചാൽ ഓണറേറിയമായ 7000 രൂപ ലഭിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ തുക ആശമാർക്ക് ഓണറേറിയമായി അനുവദിക്കുന്നതിന് മേൽപ്പറഞ്ഞ പ്രകാരം നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവാകുന്നു. സർ, എന്തിനാണ് ഈ സമരം ഇനിയും തുടരുന്നത്? അപ്പൊ ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഇവരോട് എല്ലാ കാലത്തും അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ആ അനുഭാവപൂർണമായ നിലപാടുള്ളത് കൊണ്ടാണ് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടത്, ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമരരംഗത്തുള്ളവരെ നയിക്കുന്ന ചിലർക്ക് ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കാമെന്ന ആവശ്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമരമാണിത്. കേന്ദ്ര സർക്കാരിനെ സഹായിക്കുകയാണ്. സംസ്ഥാനം ഓണറേറിയം കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം, ജീവനക്കാരായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 354. 26,000 പേരിൽ 1.3% പേർ മാത്രമാണ്